ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിനെ ട്രെയിനറാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ട്രെയിനർ മധു ആണെങ്കിൽ വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയും ഫ്രണ്ടാണ്. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് വേണു. പോരാത്തതിന് നന്ദു തന്നെ തല്ലിയെന്നുള്ള ദേഷ്യം അയാളുടെ മനസ്സിലുണ്ട്. അങ്ങനെ നന്ദുവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം ഈ സംഭവത്തിൽ നമ്മുടെ മുത്തശ്ശൻ ഇടപെടുകയാണ്. മധുവിൻ്റെ മുഖംമൂടി വലിച്ചു കയറുകയും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും നല്ല 8ന്റെ പണി തന്നെ ട്രെയിനറിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ ഈ വിവരങ്ങളൊക്കെ അറിയാണ്. എന്താണെന്ന് വെച്ചാൽ നന്ദുവിന് അവിടെ മുഴുവൻ പ്രശ്നമാണെന്നുള്ള കാര്യം അനി വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും. പക്ഷേ അതറിഞ്ഞിട്ടും ആദർശും നയനിയും ഞങ്ങളത് നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അതേസമയം നന്ദു ആണെങ്കിൽ ആദർശിനോടും നയനിയോടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ അയാൾ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണെന്ന് പറയാണ്. ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് അയാൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പം നന്ദുവിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട് കേട്ടോ, അതങ്ങനെ തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ ക്യാമ്പിലെ ഏറ്റവും നല്ല പെർഫോമറായിട്ട് മാറേണ്ടത് നന്ദുവാണ്. അതാണ് ഇവളുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം. പക്ഷേ അയാൾ പറയുന്നത് നന്ദു ഫിറ്റല്ല എന്നാണ് പറയുന്നത് ഈ ഒരു ജോലിക്കായിട്ട്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പം നന്ദുവിന് ഭയങ്കര വിഷമമായിട്ട് നന്ദു പറയുന്നുണ്ട്, അത് നയനിച്ചി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ട്രെയിനിങ്ങിൽ വന്ന് ഈ ജോലി എൻ്റെ സ്വപ്നമായിരുന്നു. വീട്ടിലെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും ഇതിനെക്കുറിച്ചിട്ടൊക്കെ സ്വപ്നം കണ്ടതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് വെറും കൈയോടെ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് വരുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. വന്ന സമയം തൊട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്. ആ മഹേഷുമായിട്ട് ഞാൻ സ്റ്റണ്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അങ്ങനെ മഹേഷുമായിട്ട് ഞാനും മഹേഷും കൂടെ ഒരു ഫൈറ്റൊക്കെ നടത്തി. അതിലും ഞാൻ ജയിച്ചു. മഹേഷ് എന്നെ അടിച്ച് തളർത്തിയിടുമെന്നാണ് അയാൾ വിചാരിച്ചത്. അപ്പോൾ പിന്നെ പറയുന്നത് ഞാൻ ഈ ജോലിക്ക് ഫിറ്റ് അല്ലെന്നാണ്. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചില സമയം ഞാൻ തളർന്നു പോകുന്നുണ്ട് നയനേച്ചി എന്ന് പറയും. എന്നാൽ എനിക്കും അങ്ങ് വിഷമാവുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദു നീ വിഷമിക്കാനൊന്നും പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അന്വേഷണം വേണമല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറയാം. മുത്തശ്ശനാകുമ്പോൾ മുകളിൽ നല്ല പിടിപാടൊക്കെ ഉണ്ട്. അയാൾ എത്തരത്തിലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനും അതുപോലെ അയാൾക്കെതിരെ ഒരു നടപടി എടുക്കാനും ഒക്കെ മുത്തശ്ശനെ കൊണ്ട് സാധിക്കും എന്ന് പറയാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശനെ വിളിച്ച് കഴിയുമ്പം ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ, നീ നന്ദുമോളെ കാണാൻ പോയതല്ലേ, എന്താ അവൾക്ക് അവിടെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, പക്ഷേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവൾ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവിടെ എന്ത് പ്രശ്നം അവൾക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ളത്? അതെന്താണെന്ന് വെച്ചാൽ അവളുടെ ട്രെയിനർ അയാൾ മനഃപൂർവ്വം അവളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു വല്ലാത്ത ആൾ തന്നെയാണ്. നേരത്തെയും നന്ദു ഇത് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പം നന്ദുവിനെ ഇവിടുന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു ഇങ്ങനെ ഒരു ജോലിക്ക് ഫിറ്റ് അല്ലെന്ന് അയാൾ പറയുന്നത്. പക്ഷേ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് നന്ദു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നും ആ ട്രെയിനർ അല്ലാതെ വേറെ ആരായിരുന്നാലും ഇവിടെ ഒന്നാം സ്ഥാനത്ത് എത്തേണ്ടത് നന്ദു ആണെന്നും ഒക്കെയാണ്. നന്ദുവും പറയുന്നുണ്ട് അയാൾ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അത് കൊള്ളാമല്ലോ, നന്ദു എത്ര മല്ലന്മാരെ വേണേലും അടിച്ചിടുന്ന ഒരാളല്ലേ. നന്ദു നല്ല ഫിറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം. നന്ദുവിനൊരു സ്വഭാവ ദൂഷ്യമോ ഇല്ലെന്നും അറിയാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നന്ദു ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കുകയും SI ജോലി കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ നടപടിയാണെന്നൊന്നും എനിക്കും തോന്നുന്നില്ലല്ലോ ആദർശ് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, ഞങ്ങൾക്കും അത് മനസ്സിലായി. ഇവിടെ എല്ലാവർക്കും തന്നെ അത് മനസ്സിലായ കാര്യമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇനി അയാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ മുത്തശ്ശനൊന്ന് പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ അയാളുടെ ഉദ്ദേശം എന്താണെന്നും നമുക്കൊന്ന് അറിയണ്ടേ. പിന്നെ നന്ദുവിനെ ഇവിടുന്ന് പുറത്താക്കാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ നന്ദുവിനോട് മനഃപൂർവ്വം വൈരാഗ്യം വെച്ചുകൊണ്ട് അവളെ ആ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന അയാൾ ആരാണെന്നൊന്നും അറിയണമല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകണമല്ലോ. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കോളാം. നന്ദുവിന് ഒരിക്കലും അവിടുന്ന് നിരാശയോടെ പോരേണ്ടിയൊന്നും വരില്ല.
എന്തുകൊണ്ടാണ് നന്ദുവിനെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ അയാൾ ശ്രമിക്കുന്നതെന്നറിയാം. അങ്ങനെ ഒരു പുറത്താക്കൽ ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിനും ആദർശിനും നയനിക്കും ഒക്കെ സന്തോഷമാവുക. അപ്പോൾ നന്ദു നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആദർശേട്ടാ ഒരുപാട് ഉപകാരമുണ്ട്, നന്ദിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു സ്വപ്ന ജോലിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് നേരത്തെ മുതൽ ഇതിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആകെ തളർന്നു പോവാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അയാൾ എന്നെ തളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്ന് കൂടി പറഞ്ഞ സ്ഥിതിക്ക് എനിക്കറിയില്ല. അയാൾ ഇനി ആ പേപ്പേഴ്സൊക്കെ നീക്കി അതിൽ സൈൻ ചെയ്ത് കൊടുത്താൽ ഞാൻ ഈ ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്താകുമെന്നാണ് തോന്നുന്നത്. മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നന്ദു പേടിക്കൊന്നും വേണ്ട, മുത്തശ്ശൻ വേണ്ട കാര്യങ്ങൾ നീക്കും, മുത്തശ്ശൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ആദർശും നയനയും കൂടിയൊക്കെ പോരുന്നുണ്ട് കേട്ടോ. പോരുമ്പോഴും അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, നന്ദുവിൻ്റെ അവസ്ഥയെക്കുറിച്ച്. നന്ദു എപ്പോഴും ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു ജോലിയായിരുന്നു, അല്ലാതെ ഒരു വിവാഹത്തെക്കുറിച്ച് പോലും അവൾ ചിന്തിച്ചിട്ടില്ല. അനിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ അവർ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഏതോ ഒരു നിമിഷം അനിയും നന്ദുവും തമ്മിൽ അടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ അനിയെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് വരണമെന്നൊന്നും അവൾ ആഗ്രഹിച്ചില്ല എന്ന് നയന പറയാണ്. കാരണം ഞങ്ങൾ 2 ചേച്ചിമാരും അവിടെ ഉള്ളപ്പം ഇനി ഒരാൾ കൂടി അവിടെ വരണ്ടാന്നും അവിടുത്തെ അവസ്ഥകളൊക്കെ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും മനസ്സിൽ കൊണ്ട് നടന്നില്ല. പക്ഷേ നനി വീണ്ടും വീണ്ടും അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പം അവളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയതാണ്. പിന്നെ ആ നിമിഷം അനാമികയെ വിവാഹം കഴിച്ച നിമിഷം അവളൊന്ന് പതറിപ്പോയി എന്നുള്ളത് സത്യമാണ്. അവളുടെ ഉള്ളിൽ അനിയോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും ഇപ്പോഴും അതുണ്ടെന്ന് നയന പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവും. നന്ദുവിനും അനിയെ നല്ല ഇഷ്ടമാണ്. അവർ 2 പേരും ഒന്നിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം സന്തോഷത്തോടെ പോവും. അനിയാണെങ്കിലും നന്ദുവിനെ മാത്രം ആഗ്രഹിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അതുകൂടി നടക്കാതെ വന്നാൽ അനിയുടെ അവസ്ഥ എന്താവുമെന്നും അറിയില്ല. കാരണം അനാമികയും അനിയും കൂടി ഇനി ഒന്നിച്ചൊരു നല്ല ജീവിതം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ആദർശ് പറയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, അതെനിക്കും പേടിയുണ്ട്. പക്ഷേ നന്ദു ഇനി അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലെത്തിയ അതിലും വലിയ പ്രശ്നങ്ങളാവും. മനഃപൂർവ്വം അനാമികയെ ഒഴിവാക്കി നന്ദുവിനെ ഞങ്ങളെല്ലാം കൂടി അവിടെ കയറ്റിയതാണെന്ന് ബാക്കിയുള്ളവരെല്ലാം പറയുമെന്നൊക്കെ പറയുകയാണ് ആദർശിനോട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അനാമികയുടെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. അവൾ പകൽ പോലും പല ആൺകുട്ടികളുടെ കൂടെയും പാർക്കിലും ബീച്ചിലും റൂമിലും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുത്തി അനിയുടെ ഭാര്യയായിട്ട് വരുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ വൈകിപ്പോയില്ലേ, ഇനി ആ ബന്ധം ഒത്തുപോകാനേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവരമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. താനെങ്കിലും എന്നോട് അന്നത് പറഞ്ഞിരുന്നെങ്കിലെന്ന് പറയുമ്പം നയന പറയാണ്, അതങ്ങനെ നടക്കണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ്. ഞാനും നവ്യേച്ചിയും ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും അവസ്ഥകളും ഒക്കെ ആദർശേട്ടൻ അറിയാമല്ലോ, അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? അനിയുടെ ജീവിതത്തിലും നന്ദുവിൻ്റെ ജീവിതത്തിലും ഒക്കെ ഒരു തീരാ കളങ്കമായിട്ട് ഒരു തീരാ വിഷമമായിട്ടൊക്കെ അത് നിൽക്കുകയല്ലേ. സാരില്ല, എല്ലാം ശരിയാവുമായിരിക്കും എന്നവരിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ആദർശം നയനയും വീട്ടിലേക്ക് എത്തുമ്പോൾ ചാന്തുമോളാണെങ്കിൽ ഓടിയെത്തുകയാണ്. അപ്പോൾ ചാന്തുമോളോട് പറയുന്നുണ്ട്, മോളെ പിറന്നാളൊക്കെ ആറായല്ലോ, നമുക്കതൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളുടെ പിറന്നാളാണോ എന്ന് ചോദിക്കുക. ജൂലൈ 10-ാം തീയതി മോളുടെ പിറന്നാളാണെന്ന്. അടുത്തല്ലോ എന്ന് ദേവയാനി പറയാം. നമുക്കത് നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ മോളെ എന്ന് ദേവയാനി ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ഇവിടെ ഒരു സെലിബ്രേഷൻ തന്നെ നടത്തണം എന്ന് പറയാണ്. കിടക്കുന്നു. അപ്പോൾ അതും കേട്ടുകൊണ്ട് വരികയാണ് നമ്മുടെ ജലജ ചോദിക്കുക, എന്ത് സെലിബ്രേഷൻ നടത്തുന്ന കാര്യമാണ് നിങ്ങളീ പറയുന്നത്? ഇനിയിപ്പോൾ എന്താ ഇവിടെ സെലിബ്രേഷൻ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, ചന്തുമോളുടെ പിറന്നാളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ദിവസം ചന്തുമോളുടെ ബർത്ത്ഡേയാണ്. അത് നന്നായിട്ട് ആഘോഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത് കേൾക്കുമ്പം ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ജലജ പറയാണ്, ഇനി ഈ പെണ്ണിൻ്റെ പിറന്നാൾ കൂടി ഇവിടെ ആഘോഷിക്കാൻ പോവാണോ? നൈനെ, നിനക്ക് നാണമില്ലേ? നിന്റെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ താലോലിച്ച് നിർത്തി ഇനിയിപ്പോൾ പിറന്നാളും ആഘോഷിക്കാൻ പോവാണ് അല്ലേ? എന്നാ എൻ്റെ മോനൊരു കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അപ്പം നയന പറയാണ്, അതിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞാലേ ഇനി മോൻ്റെ പിറന്നാൾ ആകാറായില്ലല്ലോ. അനന്തപത്മനാഭൻ മോൻ്റെ പിറന്നാളാവുമ്പോൾ പിന്നെ ഇവിടെ നല്ല ആഘോഷം തന്നെ ആയിരിക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ അപ്പച്ചി എന്ന് പറയാം.
അപ്പോഴേക്കും ജലജ പറയാണ്, പിന്നെ ഇപ്പം നിങ്ങൾ അതെല്ലാം പറയും, ദേ ഈ പെണ്ണിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ നടത്തുന്നതിൻ്റെ 1% പോലും ആത്മാർത്ഥത എൻ്റെ മോൻ്റെ കുഞ്ഞിനോട് നിങ്ങൾ കാണിക്കുന്നില്ല. നയനെ, നിനക്കെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് വന്നെടുക്കുകയോ താലോലിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? നിൻ്റെ ചേച്ചിയുടെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുക. അതെന്താ അപ്പച്ചി അങ്ങനെ പറയുന്നത്? എനിക്ക് ആ കുഞ്ഞിനോട് എന്തെങ്കിലും വേർകൃതി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കുഞ്ഞിനെ വന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയണം. അതൊക്കെയുണ്ട്, പക്ഷേ അതിൽ നീ ഒരു വേർകൃത്യം കാണുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ നവ്യ അങ്ങോട്ട് വരിക. അപ്പം നവ്യ കേട്ട് നിൽക്കുകയാണ് നയനയും ജലജയും തമ്മിലുള്ള സംസാരം. അപ്പം നവ്യയുടെ ഉള്ളിലോട്ടും ആ വിഷമാണ് കയറുന്നത്. അപ്പോൾ ഉടനെ തന്നെ നവ്യ ഇറങ്ങി വന്നിട്ട് പറയാണ്, നയന പറയുന്നതൊന്നും അത്ര ശരിയല്ല. ചന്തുമോളോട് കാണിക്കുന്ന ഇഷ്ടത്തിൻ്റെ പകുതി പോലും എൻ്റെ മോനോട് ഇവൾ കാണിക്കുന്നില്ല. ഒന്നുമില്ലേലും നിൻ്റെ ചേച്ചിയല്ലേ ഞാൻ. ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ നിനക്ക് നേരമുണ്ടോ? ഏത് നേരവും ഈ കൊച്ചിനെ എടുത്തോണ്ട് നടക്കാനല്ലേ നിനക്ക് നേരമുള്ളൂ. ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. അനന്തപുരിയിലെ പണവും സ്വത്തും ഒക്കെ കണ്ടിട്ടാ നീ ഇപ്പം ഈ ചന്തുമോളെ എടുത്ത് താലോലിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഉടനെ നയന ചോദിക്കുക, ചേച്ചി എന്താ ഈ പറയുന്നത്? എന്ത് സ്വത്തും പണവും കണ്ടിട്ടെന്നാ? ചേച്ചിക്ക് എന്നെ ഇതുവരെ നന്നായിട്ട് മനസ്സിലായിട്ടില്ലേ? ഞാൻ എന്ത് സ്വത്ത് കണ്ടിട്ടാ അനന്തപുരിയിലേക്ക് വന്നത്? ചേച്ചി ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പിട്ട് പുറകെയല്ലേ ഞാനിവിടെ എത്തിച്ചേർന്നത്. എന്നിട്ട് ആരാ സ്വത്തിനും പണത്തിനും വേണ്ടി തുള്ളിയതെന്ന് അറിയില്ല ചേച്ചിക്ക്. അപ്പോൾ നവ്യ പറയാ, അതൊക്കെ എനിക്കറിയാം, പക്ഷെ നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. നീ ഇവിടെ വന്ന് ജീവിച്ചങ്ങ് സുഖിച്ചു പോയില്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയധികം തെറ്റ് ചെയ്ത ആദർശിനെ നീ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പം അതും ന്യായീകരിച്ച് പോരാഞ്ഞിട്ട് ആ കൊച്ചിനെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് നീയല്ലേ എന്ന് ചോദിക്കുമ്പം നയന ചോദിക്കുകയാണ്, അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ചേച്ചി എന്ത് ചെയ്യായിരുന്നു? അബിയുടെ കുഞ്ഞായിരുന്നു ചന്തുമോളെങ്കിൽ ചേച്ചി എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പം നവ്യ പറയാണ്, അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ല. അബിയെ പിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കേയില്ല എന്ന് പറയാ. അപ്പം നവ്യ ഇത്രയ്ക്കൊരു ഭീകരമായിട്ടാണല്ലോ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നയനയും ദേവയാനിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ദേവയാനി പറയാം, മതി നിർത്ത്. ഇവിടെ കിടന്ന് ഇനി ചന്തുമോളുടെ പിറന്നാളിൻ്റെ കാര്യം പറഞ്ഞ് ആരും പോരടിക്കണ്ട. ചന്തുമോളുടെ പിറന്നാൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കും അല്ലേ മോളെ എന്ന് ദേവയാനിയും ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഈ ചന്തുമോളുടെ പിറന്നാളൊക്കെ ആവുക. അപ്പം നയനയും ആദർശം കൂടെ പറയുന്നുണ്ട്, ചന്തുമോളുടെ പിറന്നാളല്ലേ, അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, പുറത്തൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ ആദർശിനോട് നയന ചോദിക്കുക കേട്ടോ. നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, നന്മ മരം കൂടിയല്ലേ. അപ്പോഴേക്കും ആദർശ് പറയാണ്, എന്നാൽ ഇന്ന് തന്നെ നമുക്ക് പോയേക്കാം, മോളെയും കൊണ്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാം, നമുക്കും ഒരു സന്തോഷമാവുമല്ലോ. അതിൻ്റെ കൂടെ കുഞ്ഞിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങാം പിറന്നാളിനായിട്ട് എന്ന് പറയാം. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് പുറത്തു പോകാനായിട്ട്. എന്നിട്ട് എല്ലാവരോടും പറയുക കേട്ടോ, കുഞ്ഞുമായിട്ട് ഇറങ്ങി വരിക. എന്നിട്ട് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയോടൊക്കെ നയന പറയാണ്, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം, അടുത്ത ദിവസം ചന്തുമോളുടെ പിറന്നാളല്ലേ, അപ്പോൾ ചന്തുമോളെ സ്കൂളിൽ ചേർക്കുകയും ചെയ്യണം. അത് മാത്രമല്ല, പിറന്നാളിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, കുഞ്ഞിന് കുഞ്ഞുടുപ്പുകളും അതുപോലെ കേക്കും ടോയ്സും ഒക്കെ വാങ്ങണ്ടേ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ മോളുമായിട്ടൊന്ന് പുറത്ത് പോവാന്ന് പറയാം. അപ്പം മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ആകട്ടെ, ചന്തു മോൾക്ക് ഒരു റിലീഫാവും. ഇനിയിപ്പോൾ പിറന്നാളൊക്കെ കഴിഞ്ഞാൽ സ്കൂളിൽ ചേരണ്ടേ, സ്കൂളിൽ ചേർന്നാൽ പിന്നെ ചന്തു മോള് ബിസിയല്ലേ എന്നൊക്കെ മുത്തച്ഛനും പറയാണ്. അങ്ങനെ നയനയും ആദർശം കൂടെ ചന്തു മോളുമായിട്ട് അങ്ങ് പുറത്തേക്ക് പോവാം. അതേസമയം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ, ചന്തുമോളയായിട്ട് ഇവർ പോകുന്ന കാണുമ്പോഴേക്കും. അതേസമയം തൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ ആരും കൊണ്ടുപോകുന്നുമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി മനസ്സിലേക്ക് വരിക. അപ്പോൾ അബി അടുത്തേക്ക് വരുമ്പം ഉടനെ തന്നെ നവ്യ പറയാണ്, അബി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താ? അത് കണ്ടോ നീ, ആദർശേട്ടനും നയനയും കൂടി ചന്തുമോളെയും കൊണ്ട് പുറത്തൊക്കെ കറങ്ങാൻ പോയിരിക്കുക. ആ കുട്ടിയുടെ പിറന്നാൾ അടുത്ത ദിവസം വരുന്നത്, അതിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനും ഡ്രസ്സ് എടുക്കാനും ഒക്കെ ആയിട്ട് അവർ പോയിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പം അബി പറയാം, അവരെന്തെങ്കിലും കാണിക്കട്ടെ, അതിനിപ്പോൾ നിനക്കെന്താ? അവർക്കിപ്പം എന്തായാലും എന്താ, നമ്മൾ അവരുടെ കാര്യമൊന്നും ചിന്തിക്കണ്ട, നമ്മൾ രണ്ടും നമ്മുടെ മോനും അത് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറയാണ്. നമ്മുടെ മോനെ എല്ലാവരും അവഗണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്ന അബി എന്ന് പറയാം. അപ്പോൾ അബിക്ക് കിട്ടിയ അവസരമല്ലേ അബി പറഞ്ഞു കൊടുക്കുക. ആ കാര്യത്തിൽ എന്താണ് നവ്യ സംശയം? തീർച്ചയായിട്ടും നമ്മുടെ മോനെ എല്ലാവരും ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക എന്ന് പറയണം. അപ്പോൾ ഉടനെ നവ്യ പറയാം, എനിക്കിപ്പോൾ തന്നെ ടൗണിലൊക്കെ ഒന്ന് പോകണം, കുഞ്ഞുമായിട്ട് പോയി ഒന്ന് കറങ്ങണം, അവനും കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങണം. അപ്പോൾ അബി പറയും, എന്തിനാ ഇപ്പം നമ്മളതിന് പോകുന്നേ? ഈ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ എന്ത് കറങ്ങാൻ പോകാനാ? അവന് ഉടുപ്പൊക്കെ ഒരുപാടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ഉടുപ്പ് വാങ്ങാൻ പോകാനാ
എന്നൊക്കെ ചോദിക്കുമ്പം അബി നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കുഞ്ഞുമായിട്ട് നമ്മളിപ്പോൾ പുറത്ത് പോകുന്നു, അവർ പോയതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട സാധനങ്ങളും വാങ്ങുന്നു, എനിക്കിപ്പം തന്നെ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് നവ്യ മസിൽ പിടിക്കുകയാണ്. അപ്പോൾ അബി പറയാണ്, ആ ശരി നിന്റെ നിർബന്ധമല്ലേ, പോകാം. എന്തായാലും ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് കാണിക്കാനാ, സാരില്ല, നമ്മുടെ മോനല്ലേ, നമുക്ക് ഇവനെയും കൊണ്ട് പോകണം, എനിക്കും ആഗ്രഹമില്ല അബി അതൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കുഞ്ഞുമായിട്ട് ടൗണിലേക്കൊക്കെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അതേസമയം ആദർശം നയനയും തിരിച്ചു വരുമ്പോഴേക്കുമാണ് ഇവർ പോകുന്നത്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ പോവാ ചേച്ചി കുഞ്ഞുമായിട്ടെന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് പോയിക്കൂടെ, ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഞങ്ങളല്ലാതെ പിന്നെ നിങ്ങൾ പോവോ, ചന്തുമോളുമായിട്ട് നിങ്ങൾ പോയില്ലേ, സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ, അതുപോലെ ഞങ്ങൾക്കും കുഞ്ഞുമായിട്ട് പോകണം. അപ്പം നയന പറയുന്നുണ്ട്, അത് ചേച്ചി ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് എന്തിനാ ഈ വെയിലത്ത്, അത് സാരില്ല, ഞങ്ങൾ കാറിലാണ് പോകുന്നത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയിക്കോളാം, ഇതിലൊന്നും ആരും ഇടപെടാൻ വരണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ആ വലിയ ഗമയ്ക്ക് പോവാണ് കേട്ടോ നവ്യയും അബിയും കൂടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ പോവാണ്. അതേസമയം മുത്തശ്ശനാണെങ്കിൽ ആ ട്രെയിനറെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ മുകളിലേക്കൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ ക്യാമ്പിലെ ട്രെയിനറെ കുറിച്ച്. അപ്പോൾ ചില വിവരങ്ങളൊക്കെ കേട്ടുവാണ്, ട്രെയിനർ മധുസൂദനൻ നല്ലൊരാളാണ്, നല്ലൊരു ട്രെയിനറാണ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ, ഇങ്ങനെ പെൺകുട്ടികളെയൊക്കെ മാനസികമായിട്ടൊക്കെ ഒരുപാട് തളർത്തുന്നുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ഒരു രീതിയുണ്ട്, പുള്ളിക്ക് അങ്ങനെ ആൾ കളിച്ചാൽ നിൽക്കുന്നൊന്നും ഇഷ്ടമില്ല, എപ്പോഴും പുള്ളിയെക്കാളും താന്ന് നിൽക്കണം, നല്ല രീതിയിൽ ഉയർന്നു വരുന്ന ഒരാളെ, അതും പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ മാനസികമായിട്ട് തളർത്തി ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പതിവൊക്കെ മധുസൂദനുണ്ട്, പല കംപ്ലൈൻറ്റുകളും ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ അറിയാം. അപ്പോൾ മുത്തശ്ശൻ പരാതിയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നന്ദു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എൻ്റെ ഒരു ബന്ധുവാണ്, ആ കുട്ടി അവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, ആൾ നല്ല ഫിറ്റാണ്, അതുപോലെ നല്ല ആത്മാർത്ഥതയും സൽസ്വഭാവവും ഒക്കെയുള്ള കുട്ടിയാണ്, നല്ല കഠിനാധ്വാനിയുമാണ്. പക്ഷേ ആ പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഈ ട്രെയിനർ ഉപദ്രവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് എക്സസൈസുകൾ കൊടുക്കുകയും ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് മാനസികമായി തളർത്തുകയും, നന്ദു ഫിറ്റല്ല എന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. നന്ദുവിനെ എങ്ങനെയും ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള വിചാരത്തോടു കൂടി മാത്രമാണ് അയാൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ നീക്കുന്നുമുണ്ട്. നന്ദുവിനെ ദിവസവും ഇതൊക്കെ പറഞ്ഞ് മാനസികമായി തളർത്തുന്നുമുണ്ടെന്ന് പറയുകയാണ്. അപ്പം മുകളിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ ഒരു പരാതി തന്നാൽ മതി, കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം എന്ന് പറയാണ് ക്യാമ്പിൽ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, തീർച്ചയായിട്ടും അടുത്ത ദിവസം ഞാൻ വരാം, ഞാനൊരു പരാതി തരികയും ചെയ്യാം, അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ വേണം, ആരെയും ഫേവർ ചെയ്യാനൊന്നും പോകണ്ട, നിങ്ങൾ ക്യാമ്പിലും മറ്റു കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് എന്താണ് നിലപാടെന്നുള്ളത് എടുക്കാൻ പറയാണ്. അങ്ങനെ ട്രെയിനർ മധുവിനെതിരെ അന്വേഷണം വരികയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയാണ്, ക്യാമ്പിലെത്തിയതിന് ശേഷം CCTV ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ CCTVയിലൊക്കെ ഫൂട്ടേജൊക്കെ എടുത്തു നോക്കുമ്പം നന്ദുവിനെ വല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യുകയും ഹരാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് തെളിയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നന്ദുവിനോട് മോശമായിട്ട് അയാൾ പെരുമാറുന്നുണ്ടെന്നും ഉപദ്രവിക്കുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പോരാത്തതിന് കുറേ പേരുടെ മൊഴികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, കൂട്ടത്തിൽ ട്രെയിനിങ്ങിനുള്ള കുട്ടികളുടെ. അങ്ങനെ നമ്മുടെ തുഷാരയുടെ മൊഴിയും എടുക്കുകയാണ്. അപ്പോൾ തുഷാര കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നന്ദു വന്ന സമയം തൊട്ട് നന്ദുവിനെ അയാൾ ഉപദ്രവിക്കുന്നുണ്ടെന്നും നന്ദുവിനോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, മനഃപൂർവ്വമാണ് അത് ചെയ്യുന്നത്, ക്യാമ്പിലെ ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾ നന്ദു തന്നെയാണ്, പക്ഷേ നന്ദു ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ടാണ് രേഖകളൊക്കെ ഉണ്ടാക്കുന്നത്. അയാൾ അത് മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട്, എന്തോ ഒരു വൈരാഗ്യം പോലെ അയാൾക്കുണ്ടെന്ന് പറയുകയാണ് തുഷാര. അതുപോലെ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മഹേഷ് എന്ന് പറഞ്ഞ അയാളോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനും നന്ദുവുമായിട്ടൊരു ഫൈറ്റൊക്കെ വെച്ചിരുന്നു ട്രെയിനർ, ആ ഫൈറ്റിൽ ഞാൻ ജയിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നന്ദു എന്നെ അടിച്ച് തിലംപരിശാക്കിയിട്ടു, എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാര്യം ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ട്രെയിനർ നന്ദുവിനെ എന്തോ ഒതുക്കാൻ വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്കത് തോന്നിയതെന്ന് പറയുകയാണ്. അങ്ങനെ പലരുടെയും കൈകളിൽ നിന്ന് പലരും പറയുന്ന മൊഴികളൊക്കെ എടുക്കുകയും വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യാണ്. നന്ദുവാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്, ഈ ട്രെയിനർ വേറൊരു ഫോണിൽ സംസാരിച്ച് നന്ദുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമായ തെളിവുകൾ കിട്ടുമ്പം ട്രെയിനറെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ട്രെയിനറെ പുറത്താക്കുകയും ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് പകരം മറ്റൊരു ട്രെയിനറെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ട്രെയിനർ മധുവിനെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നുണ്ട്, മധുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്, വ്യക്തമായ
വ്യക്തമായിട്ടും ഒരു ഉപദ്രവമാണ്, ഒരു പെൺകുട്ടിയുടെ മേൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉപദ്രവം ഏൽപ്പിച്ച കാരണം അറസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിരിക്കുക, കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വേണു ആകെപ്പാടെ തീർന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മധു എന്നിട്ട് വേണുവിനെ വിളിച്ചിട്ട് സങ്കടം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നന്ദുവിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് അറിയണമെന്ന് മുത്തശ്ശന് ആഗ്രഹമുണ്ട്. എന്ത് വൈരാഗ്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ എത്തുകയാണ് കേട്ടോ. മുത്തശ്ശൻ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് മധുവിനോട്, എന്തിനാണ് നിങ്ങളിത് ചെയ്തത്? നന്ദുവിനോട് എന്ത് വൈരാഗ്യമാണ് നിങ്ങൾക്കുള്ളത്? ആ പെൺകുട്ടി നിങ്ങളെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അവസാനം ഗതിയില്ലാതെ അയാൾ പറയാണ്, എൻ്റെ ജോലി പോകരുത്, എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഒരു ഫ്രണ്ട് വേണുവിൻ്റെ മകൾ അനാമികയും പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അനാമികയുടെ ഹസ്ബൻഡിനെ വളച്ചെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ നന്ദു ആണെന്നും അതുപോലെ തന്നെ നന്ദു വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്നും സമൂഹത്തിൽ അവളൊരു SI ആയിട്ട് വന്ന ഉപദ്രവമായി മാറുമെന്നുമൊക്കെ അവർ പറഞ്ഞു. പലരെയും വെറുതെ പോകുന്നവരെ നന്ദു അടിച്ചിടുകയും തൻ്റെ കരുത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹദ്രോഹി ഒരു SI ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരരുതെന്ന് അവർ പറഞ്ഞു. അതും ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നന്ദുവിനോട് പെരുമാറിക്കൊണ്ടേ ഇരുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പെരുമാറാനാണോ നിങ്ങളെ ഒരു ട്രെയിനറാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത്? നന്ദുവിനോട് ശത്രുതയുള്ള ആൾക്കാരാണ് വേണുവും അതുപോലെ തന്നെ അനാമികയും. അതിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ കള്ളക്കഥയാണിത്. ഇതൊന്നും സത്യമല്ല. നിങ്ങൾക്ക് എവിടെ വേണേലും നന്ദുവിനെക്കുറിച്ച് അന്വേഷിക്കാം. അവളുടെ അക്കാദമിക കാര്യങ്ങളിലും അവളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ അന്വേഷിക്കാം. നന്ദു ആരാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ഒരു പാവം പെൺകുട്ടിയെ ആത്മാർത്ഥതയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് ഈ ജോലിക്കായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്, ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ടിട്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നല്ല താക്കീത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മധുവിന്. അങ്ങനെ മധുവിൻ്റെ പണിയും പോവാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്